നമസ്തേ. ഓം ശ്രീ മാത്രേ നമ. ദേവി മഹാത്മ്യത്തിൻ്റെ ഗദ്യ സംഗ്രഹം, അതായത് ഒരു രത്ന ചുരുക്കത്തിലേക്കൊന്ന് പോവുകയാണ്. അതൊന്ന് മനസ്സിലാക്കാം. വ്യാസവിരചിതമായ മാർക്കണ്ഡേയ പുരാണത്തിലെ അനേകം കഥകളിൽ ഒന്ന് മാത്രമാണ് ദേവി മഹാത്മ്യം. സംസ്കൃതത്തിൽ 13 അധ്യായങ്ങളുണ്ട്. പെട്ടെന്നുണ്ടായ ഒരു തോന്നലിൽ മലയാളികൾക്കായി അതിനെ കിളിപ്പാട്ട് രീതിയിൽ എഴുത്തച്ഛൻ സംഗ്രഹിക്കുകയാണ് ഉണ്ടായത്. എന്തായാലും ദേവീ ഭക്തന്മാരിൽ ഭക്തി വർദ്ധിപ്പിക്കുവാൻ എഴുത്തച്ഛന് ഈ ശ്ലോകങ്ങൾ കിളിപ്പാട്ട് രീതിയിൽ അവതരിപ്പിച്ചതുകൊണ്ട് സാധിക്കുന്നു. എന്തായാലും ദേവി മഹാത്മ്യത്തിലെ ദേവിയെ വന്ദിച്ചിരിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് ആദ്യം ഒന്ന് കേൾക്കാം. കാരണം അതിപരാശക്തിയായ ബ്രഹ്മാണ്ഡ സ്വരൂപിണിയായ അമ്മയെ വർണ്ണിച്ചിരിക്കുന്ന വർണ്ണനയിൽ തന്നെ എഴുത്തച്ഛൻ്റെ പ്രാഗൽഭ്യം നമുക്കൊന്ന് മനസ്സിലാക്കാം. ആ ശ്ലോകം ഒന്ന് കേട്ടു നോക്കാം. ലോകമാതാവേ നാഥേ ശരണ്യേ നാരായണീ ഭോഗമോക്ഷദേ സർവമംഗലേ വിഷ്ണുമായേ. ലോകമാതാവേ നാഥേ ശരണ്യേ നാരായണീ ഭോഗമോക്ഷദേ സർവമംഗലേ വിഷ്ണുമായേ. പാർവതി ഭഗവതി ഭാരതി ലക്ഷ്മി ദേവി ദേവവാഹിനി ഗംഗേ ഭുവനേശ്വരി ഭദ്രേ. പാർവതി ഭഗവതി ഭാരതി ലക്ഷ്മി ദേവി ദേവവാഹിനി ഗംഗേ ഭുവനേശ്വരി ഭദ്രേ. നിന്തിരിവടിമമ നാവിന്മേൽ വസിക്കണം സന്തതം വന്ദിക്കുന്നേൻ കരുണാലയേതായേ. സന്തതം വന്ദിക്കുന്നേ കരുണാലയേതായേ. ലോകമാതാവേ നാഥേ ശരണ്യേ നാരായണീ ഭോഗമോക്ഷദേ സർവമംഗലേ വിഷ്ണുമായേ. പാർവതി ഭഗവതി ഭാരതി ലക്ഷ്മി ദേവി ദേവവാഹിനി ഗംഗേ ഭുവനേശ്വരി ഭദ്രേ. നിന്തിരുവടിമമ നാവിന്മേൽ വസിക്കണം സന്തതം വന്ദിക്കുന്നേൻ കരുണാലയേതായേ. സുരഥൻ എന്ന പ്രജാതൽപരനായ രാജാവാണ് ഈ കഥയിലെ നായകൻ. അതായത് ദേവീ മഹാത്മ്യ കഥ പറയാനുണ്ടായ ഒരു നിമിത്തക്കാരൻ. രാജ്യത്തിനകത്തു നിന്നും പുറത്തു നിന്നുമൊക്കെയുള്ള ശത്രുപീഡകളാൽ മനംനൊന്ത് ഒറ്റയ്ക്ക് ഒരു കുതിരപ്പുയർത്ത് കയറി ഉൾവനത്തിലേക്ക് ഇങ്ങനെ കടക്കുകയാണ് അദ്ദേഹം. അവിടെ സുമേധസ് എന്ന താപസനെ കണ്ടെത്തുകയും ആശ്രമത്തിൽ താമസിക്കാൻ അനുവാദം വാങ്ങുകയും ചെയ്തു. കുറച്ചു നാൾ അങ്ങനെ അവിടെ കഴിഞ്ഞു. അപ്പോൾ അവിടെ സമാധി എന്നു പേരായ ഒരു വൈശ്യനും വന്നു ചേർന്നു. ധനമോഹികളായ ഭാര്യയുടെയും മക്കളുടെയും മറ്റു ബന്ധുക്കളുടെയും പലതരത്തിലുള്ള ശല്യങ്ങൾ സഹിക്കാനാവാതെ അദ്ദേഹം ഓടിപ്പോന്നതാണ്. ആ ആശ്രമത്തിൽ അങ്ങനെ സുരഥനും സമാധിയും ഒരുമിച്ച് താമസമായി. അവരവരുടെ ദുഃഖങ്ങളൊക്കെ ഇങ്ങനെ പരസ്പരം പങ്കുവച്ച് അങ്ങനെ കാലം കഴിച്ചു. നന്മ മാത്രം ചെയ്തുകൊണ്ടിരുന്ന നമ്മളെ ഭാര്യയും മക്കളും എല്ലാവരും എന്തിനാണ് നമ്മളോട് പിണങ്ങിയത്? അവരൊക്കെ എന്തിനാണ് നമ്മളോട് ദേഷ്യം കാട്ടിയത്? ഇവർക്കിങ്ങനെ കാട്ടിലിരിക്കുകയാണ്. അതുമല്ല താമസത്തിനോടൊപ്പം ഒക്കെ ആണെങ്കിൽ പോലും ഇവരുടെ ചിന്ത ഇത്രയും നന്മകളൊക്കെ ചെയ്തിട്ടും എൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളും എന്താണ് എന്നോട് എത്ര ദേഷ്യരൂപത്തിൽ പെരുമാറിയത്? അപ്പം രാജാവ്, ഞാൻ ഇത്രയും നന്നായി രാജ്യം ഭരിച്ചിട്ടും അവരെന്താണ് എന്നോട് ഇങ്ങനെ? ഇപ്പം അവിടെ എൻ്റെ രാജ്യം എങ്ങനെയുണ്ടോ, എൻ്റെ രാജ്യം നല്ല രീതിയിൽ നടക്കുന്നുണ്ടോ, എന്തൊക്കെയാണ് എന്നുള്ള രാജാവിനും സങ്കടം. നന്മ മാത്രം ചെയ്തിട്ടും എന്തുകൊണ്ട് എല്ലാവരും നമ്മളെ സ്നേഹിച്ചില്ല എന്നുള്ള പരസ്പരം രണ്ടുപേരും അവരുടെ ആശങ്കകൾ പറയുകയാണ്. അപ്പം ഇത് കേട്ട താപസൻ പറയുകയാണ്, മനുഷ്യർ അജ്ഞാനികളാണ്. എല്ലാ അറിവും ഉണ്ട്, പക്ഷെ ജ്ഞാനമുണ്ടെങ്കിൽ അത് വേണ്ട രീതിയിൽ തിരിച്ചറിയുവാനുള്ള കഴിവില്ല. മക്കളിൽ നിന്നും ഭാര്യ, ബന്ധുക്കൾ എന്നിവരിൽ നിന്നെല്ലാം
നമ്മൾ മമതയോടെ ഒരിഷ്ടത്തോടെ പലതും ആഗ്രഹിക്കാറുണ്ട്. അതിന് തടസ്സം വരുമ്പോൾ ദുഃഖമായി, കുഴപ്പങ്ങൾ പലതായി. മായാദേവിയുടെ പ്രഭാവം മൂലം ഉണ്ടാകുന്നതാണ് ഈ മോഹവലയം. അതായത് നമ്മൾ പലതും മറ്റുള്ളവരിൽ നിന്നും ആഗ്രഹിക്കുന്ന ആ മോഹവലയമാണ് നമ്മളുടെ ദുഃഖത്തിന് കാരണം. അതിനെ ജയിക്കണമെങ്കിൽ നമുക്ക് പരാശക്തിയുടെ അനുഗ്രഹം വേണം. ഇതിന് ദേവിയെ വളരെ നന്നായി മനസ്സിലാക്കണം. എന്നിട്ട് അമ്മയെ ആരാധിക്കുകയും വേണം. അതിനാൽ ദേവിയുടെ ഉത്ഭവവും ശക്തിവൈഭവങ്ങളുമെല്ലാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം, നിങ്ങൾ അത് കേട്ടോളൂ എന്ന് പറഞ്ഞുകൊണ്ട് താപസൻ കഥ പറയുന്നതാണ്. കൽപ്പാന്ത പ്രളയകാലം. ലോകമില്ല, ലോകമൊന്നും ഉണ്ടായിട്ടില്ല. ഒരു കടൽ മാത്രം. അതിൽ ഉയർന്നു നിൽക്കുന്ന അനന്തതൽപ്പത്തിൽ അനന്തന്റെ കടക്കയിൽ മഹാവിഷ്ണു ഉറക്കത്തിലാണ്. വിഷ്ണുവിൻ്റെ ചെവിയിൽ നിന്ന് ഒരവസരത്തിൽ അല്പം ചെവിക്കാട്ടം ഇളകി വീണു. അതിൽ നിന്ന് 2 അസുരന്മാരുണ്ടായി, മധുവും കൈടഭനും. ആദ്യമായി അവരുടെ നോട്ടം ചെന്നത് താമരപ്പൂവിലിരിക്കുന്ന ബ്രഹ്മാവിലാണ്. ഭൂമിയിലേക്ക് വന്നതും അവർ നോക്കുമ്പോൾ വിഷ്ണു ഭഗവാന്റെ നാഭിയിൽ ഒരു താമരത്തണ്ടിൽ ബ്രഹ്മാവിരിക്കുന്നു. ഉടനെ തന്നെ അവർക്ക് ആ ബ്രഹ്മാവിൻ്റെ ആ 3 ശിരസ്സും ആ താമരപ്പൂവിലുള്ള ഇരിപ്പോ ഇവർക്ക് പിടിച്ചില്ല. ആരിവൻ എന്ന ആക്രോശത്തോടെ അസുരന്മാർ 2 പേരും ബ്രഹ്മാവിനെ ആക്രമിക്കാൻ തയ്യാറായി. ബ്രഹ്മാവ് ഭയം കൊണ്ട് വിറച്ചു. രക്ഷിക്കാൻ ഒരേ ഒരാളേ ഉള്ളൂ. അദ്ദേഹമാണെങ്കിൽ യോഗനിദ്രയിലുമാണ്. അതിനാൽ യോഗ നിദ്രാദേവിയെ അദ്ദേഹം സ്തുതിച്ചു. ദേവി പ്രസാദിച്ചാൽ അസുരന്മാരെല്ലാം മോഹിതരാകും. ഭഗവാൻ ഉണരുകയും ചെയ്യും. ഭഗവാൻ ഉണർന്നാൽ പിന്നെ രക്ഷയായി. ഉടനെ തന്നെ ദേവിയെ സ്തുതിക്കുകയാണ്. ലോകമാതാവേ നാഥേ ശരണ്യേ നാരായണീ ഭോഗമോക്ഷദേ സർവ മംഗളേ വിഷ്ണുമായേ പാർവതി ഭഗവതി ഭാരതി ലക്ഷ്മി ദേവി ദേവവാഹിനി ഗംഗേ ഭുവനേശ്വരി ഭദ്രേ. അങ്ങനെ അമ്മയെ സ്തുതിച്ച് അമ്മയുടെ അനുഗ്രഹത്തോടുകൂടി കഥ പറയാൻ. നിന്തിരുവടി മമ നാവിന്മേൽ വസിക്കണം, സന്തതം വന്ദിക്കുന്നേൻ കരുണാലയേ തായേ. അമ്മയെ വർണ്ണിച്ചുകൊണ്ട് ആ ബ്രഹ്മാവ് ഇങ്ങനെ അമ്മയെ സ്തുതിക്കുകയാണ്. അമ്മയെ സ്തുതിച്ചു. എന്നിട്ടോ ആ ബ്രഹ്മാവിൻ്റെ സ്തുതി അങ്ങോട്ട് ഫലിക്കുകയും യോഗനിദ്രയുടെ പിടിയിൽ നിന്ന് ഭഗവാൻ മോചിതനായി. അപ്പോൾ ഇങ്ങനെ ഭഗവാൻ കണ്ണു തുറന്ന് ഇങ്ങനെ നോക്കിയപ്പോഴാണ് കാണുന്നത് തന്നെ വധിക്കാനായി, അല്ലെങ്കിൽ ബ്രഹ്മാവിനെ വധിക്കാനായിട്ട് അക്രമോത്സുകരായി നിൽക്കുന്ന അസുരന്മാരാണ്. ഉടനെ വിഷ്ണു ഭഗവാൻ യുദ്ധത്തിനിറങ്ങി. അങ്ങനെ യുദ്ധം ഇങ്ങനെ അനേകം സംവത്സരങ്ങൾ ഇങ്ങനെ നീണ്ടു പോയി. 1, 2 അല്ല, വർഷക്കണക്കിന് ഇങ്ങനെ നടന്ന യുദ്ധത്തിൽ അസുരന്മാരെ ജയിക്കാൻ വിഷ്ണു ഭഗവാന് കഴിയില്ല എന്ന് അസുരന്മാർക്ക് തോന്നിയ ഒരു സമയം അവര്, ഹേ വിഷ്ണു, നിനക്ക് ഞങ്ങളെ ജയിക്കാൻ കഴിയില്ല, യുദ്ധം മതിയാക്കി, വേണമെങ്കിൽ ഞങ്ങളോട് വരങ്ങൾ ചോദിക്കാം എന്ന് പറഞ്ഞു. ഈ അസുരന്മാരുടെ ഒരു അല്പത്വം ഒന്ന് ആലോചിക്കെ, മഹാവിഷ്ണുവിനെ യുദ്ധത്തിൽ വെല്ലുവിളിക്കുകയാണ്. ഹേ വിഷ്ണു, നിനക്ക് ഞങ്ങളെ ജയിക്കാൻ കഴിയില്ല, യുദ്ധം മതിയാക്കി വേണമെങ്കിൽ ഞങ്ങളോട് വരം ചോദിച്ചു കൊള്ളൂ എന്നായിരുന്നു. അപ്പോൾ ഒട്ടനെ തന്നെ കിട്ടിയ അവസരം പാഴാക്കാതെ മഹാവിഷ്ണു പറയാണ്, ഒറ്റ വരമേ വേണ്ടു മധുകൈടവന്മാരെ, എൻ്റെ കൈകളാൽ നിങ്ങൾ ഇപ്പോൾ വധിക്കപ്പെടണം. വിഷ്ണു ഉടനെ പറഞ്ഞു, പണി പറ്റിച്ചല്ലോ. വിഷ്ണു ഭഗവാൻ ഇങ്ങനെ ഒന്ന് ചോദിക്കുമെന്ന് അവർ പ്രതീക്ഷിച്ചില്ല. അയ്യോ, വിഷ്ണു ഞങ്ങളെ പറ്റിച്ചല്ലോ എന്നായി അസുരന്മാർ. ചതിച്ചു എന്ന് പറയാനൊന്നും പറ്റില്ലല്ലോ, കാരണം ചോദിച്ചു, എന്ത് വേണമെങ്കിലും ചോദിച്ചു. അപ്പൊ ഇത്രയും മാത്രം ചോദിക്കാം. അപ്പം തങ്ങളുടെ അഹങ്കാരം കൊണ്ട് വന്നതല്ലേ, അപ്പൊ പിന്നെ
നിവൃത്തിയില്ല, അനുസരിക്കുക തന്നെ നിവൃത്തിയുള്ളൂ. അമിതമായ അഹങ്കാരം കൊണ്ടുണ്ടായ ബുദ്ധിനാശവും അതിലൂടെ പുറത്തു വന്ന വാക്കുകളുമാണ് കെണിയായത്. അസുരന്മാരാണെങ്കിൽ ഉടനെ തന്നെ വാക്ക് പാലിച്ചു. അവരുടനെ തന്നെ പറഞ്ഞു, ശരി ഭഗവാനെ, ശരി വിഷ്ണു, നിനക്ക് ഞങ്ങളെ കൊല്ലാം, പക്ഷേ വെള്ളത്തിൽ വെച്ച് കൊല്ലാൻ പാടില്ല. ഞങ്ങളെ വധിക്കാം, പക്ഷെ അപ്പം ഭഗവാൻ വെള്ളത്തിലാണല്ലോ, കടലിലാണ്, അപ്പം വെള്ളത്തിൽ വെച്ച് കൊല്ലാൻ പാടില്ല എന്ന് പറഞ്ഞു. ചുറ്റിലും വെള്ളമേ എന്നുള്ളൂ, അതാണ്, അത് കണ്ടിട്ടാണ് അങ്ങനെ പറഞ്ഞത്. അതിനെന്താ, വിഷ്ണു പുഞ്ചിരിച്ചു. പിന്നെ അവരെ പിടിച്ച് തൻ്റെ വലത്തെ തുടയിൽ കിടത്തി ചക്രത്താൽ ശിരസ്സറുത്തു. അറിയാലോ, ഉടനെ ആ ശിരസ് ചെന്ന് പതിച്ച സ്ഥലത്ത് ഭൂമിയായി. അതിനെ മേദിനി എന്ന് പേരിട്ടു. അങ്ങനെ ഭൂമി സൃഷ്ടിക്കപ്പെട്ടു. ഭൂമിക്ക് മേദിനി എന്ന പേരും ഉണ്ടായി. അപ്പോൾ ഭയമാകുന്ന ബ്രഹ്മാവ് മായാദേവിയെയും ഭഗവാനെയും ഒരുപോലെ വാറ്റിപ്പടി. അപ്പം യോഗമായ ദേവിയുടെ അനുഗ്രഹത്താലാണല്ലോ വിഷ്ണു ഭഗവാൻ ഉണർന്നത്. അപ്പം ബ്രഹ്മാവ് യോഗമായ ദേവിയെയും നിദ്രാദേവിയെയും മഹാവിഷ്ണുവിനെയും അങ്ങനെ വാഴ്ത്തി. ഇത് കഴിഞ്ഞപ്പോൾ പിന്നെ അടുത്ത അസുരന്മാർ ഒരാൾ പോയാൽ അടുത്തയാൾ ഉണ്ടല്ലോ. അങ്ങനെ മഹിഷാസുരവധമാണ്. അപ്പോൾ ആ മഹിഷാസുരവധത്തിന് മുമ്പ് ഈ 1-ാമത്തെ അധ്യായം, ഇപ്പം നമ്മൾ പറഞ്ഞത് വരെയാണ് 1-ാമത്തെ അധ്യായം. 2ഉം 3ഉം അധ്യായങ്ങളിലാണ് ദേവിയെക്കുറിച്ചുള്ള ദേവിയുടെ ഉത്ഭവവും മഹിഷാസുരവധവും. അപ്പം അതിന് ഈ 1-ാമത്തെ അധ്യായം എങ്ങനെ പാരായണം ചെയ്യണമെന്ന് നമുക്കൊന്ന് കേട്ട് ഒന്ന് പാരായണം ചെയ്തു നോക്കാം. കിളിപ്പാട്ട് രീതിയിലാണ് തുഞ്ചത്തെഴുത്തച്ഛൻ രചിച്ചിരിക്കുന്നത്. 1-ാമത്തെ അധ്യായം കേട്ട് ചൊല്ലുവാനായിട്ട് എല്ലാവരും ഒന്ന് ശ്രമിക്കുക. ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ലോകമാതാവേ നാഥേ ശരണ്യേ നാരായണീ ഭോഗമോക്ഷദേ സർവമംഗളേ വിഷ്ണുമായേ പാർവതി ഭഗവതി ഭരതി ലക്ഷ്മി ദേവി ദേവവാഹിനി ഗംഗേ ഭുവനേശ്വരി ഭദ്രേ നിന്തിരിവടി മമ നാവിന്മേൽ വസിക്കണം സന്തതം വന്ദിക്കുന്നേൻ കരുണാലയേ തായേ. എപ്പോൾ വേണമെങ്കിലും നമുക്ക് ദേവി മഹാത്മ്യം വായിച്ചു തുടങ്ങാം. അപ്പോൾ 1-ാമത്തെ അധ്യായം വായിക്കുന്നതിന് മുമ്പ് ഈ 8 വരികൾ നമ്മൾ ഈ അമ്മ സ്തുതിച്ചതിന് ശേഷം വേണം നമ്മൾ 2-ാമത്തെ ദിവസമാണെങ്കിലും 3-ാമത്തെ ദിവസമാണെങ്കിലും ഒക്കെ. അപ്പം ആദ്യം ഈ ശ്ലോകം ചൊല്ലിയതിന് ശേഷം വേണം നമ്മൾ കാര്യത്തിലേക്ക് കടക്കുവാൻ. അപ്പം നമുക്ക് ഇനി അടുത്ത വരികളിലേക്ക് കിടക്കാം. കുംഭീന്ദ്രവദനാം തമ്പുരാൻ ലംബോദരൻ സമ്പ്രതി വിഘ്നം തീർത്തു തുണച്ചിടുക വേണം. അപ്പം ശ്ലോകമെല്ലാം ചൊല്ലി നമ്മൾ ആ വരികളിലൂടെ ഒന്ന് കടന്ന് ഇനി അപ്പം 1-ാം അധ്യായം നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ ഒന്നുകൂടി നമുക്ക് ചൊല്ലാം. എല്ലാവർക്കും ദേവീമാഹാത്മ്യത്തിലേക്ക് സ്വാഗതം. മലയാള ഭാഷയിൽ ദേവീമാഹാത്മ്യം തുഞ്ചത്ത് എഴുത്തച്ഛൻ്റെ വരികളിലൂടെ നമുക്ക് കടന്നു പോകാം. എല്ലാവരും ചൊല്ലുവാൻ ശ്രമിക്കുമെന്നുള്ള വിശ്വാസത്തിൽ നിർത്തട്ടെ. നന്ദി, നമസ്കാരം.